ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ കുട്ടാടൻ പൂശാരി എന്നൊരു കഥാപാത്രമുണ്ട്. അയാൾ ഒരിക്കൽ തന്റെ ബാല്യത്തിലെ ഒരു അഭിശപ്ത മുഹൂർത്തം ഓർക്കുന്നു. അപ്രാപ്യമായ അക്ഷരമാലയുടെ മുന്നിൽ ബാലനായ കുട്ടാടൻ ഇരുന്നു. അന്ന് ക്ലാസ്സിൽ കുട്ടാടനെ രാമപ്പണിക്കർ മാൻ എന്ന വാക്ക് പഠിപ്പിക്കുകയാണ്. കുട്ടാടൻ രാമപ്പണിക്കർ പറഞ്ഞപടി മാൻ എന്ന് പറഞ്ഞു. ഇതെന്താ അക്ഷരം? മാ. ശരി, ഇതെന്താ? എൻ. ചില്ലക്ഷരമാണ് കുട്ടാടൻ വായിച്ചത്. ഇനി കൂട്ടി വായിക്ക്. മായൻ. കുട്ടാടന്റെ ചെകിടത്ത് അടി വീണു. പണിക്കരച്ചൻ കൂട്ടി വായിച്ചു കൊടുത്തു. മാൻ. കുട്ടാടൻ വിതുമ്പി. മാൻ. വേറെ വേറെ കൂട്ടിയിട്ടും വായിക്ക്. മാ യൻ. മായൻ. അടി വീണു. എത്ര തന്നെ ശ്രമിച്ചിട്ടും ആ അനിവാര്യതയെ ജയിക്കാൻ കുട്ടാടന് കഴിഞ്ഞില്ല. ഓരോ തല്ലു വീഴുമ്പോഴും ദയനീയമായ ആവർത്തനമാണ് മായൻ. ചിരിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരനുഭവമാണിത്. മാ എന്നും എൻ എന്നും വായിച്ചിട്ട് കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെയാണ് നടുവിലെ അക്ഷരം അപ്രത്യക്ഷമാകുന്നത്? എന്താണ് ആ മായ? ആ അമ്പരപ്പാണ് വിജയൻ നമ്മെ അനുഭവിപ്പിക്കുന്നത്. ഋ എന്ന അക്ഷരം പണ്ട് സ്കൂളിൽ എത്ര തല്ലുകൊള്ളിച്ചിട്ടുണ്ടെന്നും എന്തിനായിരുന്നു ആ അക്ഷരം പഠിച്ചതെന്നും രണ്ടു കൂട്ടുകാർ ഇരുന്ന് പരിതപിക്കുന്ന ഒരു കാർട്ടൂൺ ഈയിടെ കണ്ടു. കുറെ ചിരിച്ചു, പിന്നെ ചിന്തിച്ചു. അന്ന് എഴുതുമ്പോൾ കുട്ടികൾ പലർക്കും ഒരു കടമ്പ പോലെയായിരുന്ന ആ അക്ഷരം ഇന്ന് പലർക്കും ഋണബാധ്യത എന്നെഴുതാൻ മാത്രമാണ് പ്രയോജനപ്പെടുന്നത് എന്ന് തമാശ പറയാം. ജീവിതം ഇതുപോലെ അനേകം അനാവശ്യമായ സങ്കീർണതകൾ നമ്മുടെ മുന്നിലെത്തിക്കുന്നുണ്ട്. അത് ഏറ്റെടുക്കണോ, ഉള്ളിലേക്കെടുക്കണോ, തള്ളിക്കളയണോ എന്ന് നമുക്ക് ചിലപ്പോൾ തീരുമാനിക്കാനാവില്ല. അടിയോടടി തന്ന് അധ്യാപകരും ചിലപ്പോൾ വിധിയും നമ്മുടെ തലയ്ക്ക് കെട്ടിവെക്കും. അതേ വിധി കുറെ കാലം കഴിഞ്ഞ് നമ്മളിൽ നിന്നും അതെടുത്തു മാറ്റുകയും ചെയ്യും. ഋണബാധ്യതയായി മാത്രം ഇന്ന് നമ്മിലെത്തുന്ന ആ അക്ഷരം പോലെ നമ്മെ ദ്രോഹിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന അനിവാര്യതകൾക്കും നമുക്ക് നന്ദി പറയാം. ശുഭദിനം.